ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിവിടെ പറയാൻ പോകുന്നത് ഋഷഭ. മോഹൻലാൽ അഭിനയിച്ച് നന്ദകിഷോർ സംവിധാനം ചെയ്ത തെലുങ്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പുതിയൊരു മൂവിയാണ്. മൂവിനെ കുറിച്ച് റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്ക് ടു റിവ്യൂലായിട്ട് പോയേക്കാം. ആദ്യം തന്നെ പറയാനുള്ള പടത്തിന്റെ കാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. മോഹൻലാൽ, ഷഹന കപൂർ, റോഷൻ മെക്ക, ഗരുഡരാം എന്നടങ്ങുന്ന കുറച്ച് പേരാണ് പടത്തിന്റെ കാസ്റ്റിംഗ് ലിസ്റ്റ് വരുന്നത്. പിന്നെ പറയാനുള്ള പടത്തിന്റെ ടെക്നിക്കൽ സൈഡിൽ ഓരോരുത്തരെ പറ്റിയാണ്. ആദ്യം തന്നെ പറയാനുള്ള പടത്തിന്റെ ഡയറക്ടർ നന്ദകിഷോറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് പറയാനുള്ള സിനിമാറ്റോഗ്രഫി ആന്റണി സാംസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാംസിയസ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് MK പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പുനർജന്മം ബേസ് ചെയ്തിട്ട് വന്ന ഒരു കഥയാണ്. അത് ആ ട്രെയിലറിൽ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കഥ ഇച്ചിരി ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കിയിരുന്നെങ്കിൽ നന്നാന്ന് വെച്ചാൽ ഇതേ തീമിൽ വന്ന ഒരു സിനിമയാകുമ്പോ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഈ പുനർജന്മം ബേസ് ചെയ്തിട്ടുള്ള കുറെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഇച്ചിരി നന്നാക്കി ചെയ്തത്. മെയിനായിട്ട് ഞാൻ ഈ പടം കാണാൻ കയറുമ്പോൾ തന്നെ ആലോചിച്ച് ഇച്ചിരി മുമ്പ് കണ്ടതിനേക്കാൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഞാൻ കയറിയത്. പക്ഷെ എനിക്ക് ഈ വലിയ ഒരു സിനിമ ഒരു ജസ്റ്റ് ഒരു ആവറേജ് അനുഭവം മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല കണ്ടു കഴിഞ്ഞപ്പോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറെ ഡയറക്ടറിന്റെ സൈഡാണെങ്കിലാണ് ടെക്നിക്കൽ സൈഡിൽ സിനിമാറ്റോഗ്രാഫി എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഇമ്പ്രൂവ് ആക്കാനുള്ള ആ പടം എനിക്ക് ഇച്ചിരി ബെറ്റർ ആണ്. സിനിമ കണ്ടിട്ട് ഏറ്റവും പക്ക അടിപൊളിയായിരുന്നു തോന്നിയത് മാത്രം മ്യൂസിക്കാണ്. ആ സാംസേസ് ആണ് ചെയ്തത്. ഞാനിപ്പോ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിയാണ് ചെയ്തതെന്ന്. ഈ പടം മെയിനായിട്ട് കാണാൻ കാരണമായിട്ടുള്ള വ്യക്തി എന്ന് വെച്ചാൽ മോഹൻലാലാണ്. മോഹൻലാലില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പടം ഞാൻ കാണില്ല എന്ന് വിചാരിക്കുക. പക്ഷേ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്ന ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയണത് ഋഷഭ എന്ന് പറയുന്ന ഋഷഭ ഒരു മഹാരാജാവിന്റെ ക്യാരക്ടറാണ് ഫസ്റ്റ് പറയണത്. പിന്നെ രണ്ടാമത് പ്രസന്റ് ടൈമിൽ പറയുന്ന ക്യാരക്ടർ ഇച്ചിരി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ശരിക്കും കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നും. പക്ഷേ മോഹൻലാൽ ഒരു രാജാവായിട്ട് വന്നിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര പുള്ളിയുടെ ഞാൻ കട്ട ഫാനൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് അത്ര കണ്ടിട്ട് ഒരു താല്പര്യം തോന്നിയില്ല ആ സിനിമ കണ്ടിട്ട്. അതിന്റെ അറിയാൻ മേല നിങ്ങൾക്ക് വല്ല താല്പര്യം നിങ്ങൾ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം പറയാ. എനിക്ക് അത്ര മോഹൻലാൽ ഒരു രാജാവെന്നൊരു ആ ഒരു ഗെറ്റപ്പിൽ വന്നിട്ട് ചോദിക്കുന്നില്ല. ഇനി അത്ര മെയിനായിട്ട് സിനിമാറ്റോഗ്രഫി ഒക്കെയാണ് ഇച്ചിരി ഇമ്പ്രൂവ് ആക്കേണ്ടത്. പക്ഷെ കൂടുതലും ചവറ് പോലെ VFX കാര്യങ്ങളൊക്കെ ഒരു ഓവറായിട്ട് തള്ളിക്കറ്റി വെക്കുന്ന പറയല്ലേ, അതേപോലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കൂടുതലും AI ആണ് കൂടുതലും ആശ്രയിച്ചിരിക്കുന്നത് പടം. പക്ഷേ സെറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഉപയോഗിച്ചിട്ട് ഓവറായിട്ട് AI ഉപയോഗിച്ചാണ് പടം തന്നെ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശിച്ചുകൂടി അതൊക്കെ കുറച്ചിട്ട് കൂടുതൽ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇച്ചിരി ചെയ്തിരുന്നെങ്കിൽ കഥ ഇച്ചിരി നല്ലപോലെ ഇമ്പ്രൂവ് ആക്കി ചെയ്തിരുന്നെങ്കിൽ നല്ലപോലെ വർക്കാവുന്ന ടൈപ്പ് ഒരു സബ്ജക്റ്റ് ആണ് പടം. പിന്നെ പറയാനുള്ളത് മോഹൻലാൽ ഈ വർഷം സെലക്ട് ചെയ്ത ഒട്ടുമിക്ക സിനിമകളും എനിക്ക് ഇഷ്ടമായെന്ന് തന്നെ പറയാനുള്ളത്. പക്ഷെ ഒരു പടം പോലും എനിക്ക് ഒരു ബോറടിക്ക് ഒരു മടുപ്പോന് അങ്ങനെ തോന്നിയിട്ട് ഒരു പടം പോലും തോന്നിയിട്ടില്ല ഈ വർഷം ഇതുവരെ ചെയ്ത പടം വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ ഈ ഒരു പടം മാത്രം എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. പക്ഷെ ജസ്റ്റ് ഒരു ആവറേജ് അനുഭവം എന്നുള്ള എനിക്ക് പറയാനുള്ളത് ഈ സിനിമ കണ്ടിട്ട്.